വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ബാക്ക് ടു ബാംഗ്ലൂരിൽ നിന്നുള്ള വ്ളോഗ്സാണിത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വ്ളോഗുകളെല്ലാം നമ്മൾ വാൾപ്പാറ പോയതും പിന്നെ നാട്ടിൽ നിന്ന് ഒന്ന് രണ്ട് ചെറിയ റൈഡ് പോയ വീഡിയോസൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കുതിരമുഖ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. കർണാടകയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് സ്പോട്ടാണ് കുതിരമുഖ. പക്ഷേ നമ്മൾ ട്രെക്കിങ്ങിനൊന്നും പോകുന്നില്ല, നമ്മൾ അങ്ങോട്ടൊരു റൈഡാണ്. ഇത് ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിലാണ് തോന്നുന്നു ഈ ഒരു സ്ഥലം വരുന്നത്. കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഉയരം കൂടി രണ്ടാമത്തെ കൊടുമുടിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇന്ന് സോളോ റൈഡല്ല, ഇന്നൊരു ഗ്രൂപ്പ് റൈഡാണ്. ഏകദേശം 19 റൈഡേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗ്രൂപ്പിൻ്റെ കൂടെ റൈഡ് പോകുന്നത്. നമ്മൾ സാധാരണ മാക്സിമം ഒരു 10-12 ഞാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പോകുന്നത് മീറ്റിംഗ് പോയിന്റിലോട്ടാണ്. നമ്മുടെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഹാസൻ റോഡിൽ നെലമംഗലം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്, അവിടെയാണ് മീറ്റിംഗ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തി എല്ലാവരും മീറ്റ് ചെയ്തൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് ക്യാമറ ഓൺ ചെയ്യാം. പിന്നെ റൈഡിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അതിന് ശേഷം പറയാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും നമ്മളെ ഇന്നത്തെ പ്ലാൻ എന്താണെന്നൊക്കെ ഉള്ളത്. നമ്മളങ്ങനെ നമ്മുടെ മീറ്റിംഗ് പോയിന്റിലെത്തി. ചായ കുടിച്ചില്ല. നമസ്കാരം. ഏയ്, how are you? GoPro man. Hey, I was shouting and you were just driving and coming. നമ്മുടെ മീറ്റിംഗ് പോയിന്റിൽ ഏകദേശം എല്ലാവരും എത്തി. 3 പേരും കൂടെ വരാനുണ്ടായിരുന്നു. അവരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിൽ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ നിർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ അവരെ മീറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് നെലമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. നെലമംഗല, അതായത് നമ്മുടെ ഹാസൻ റോഡ്. അടിപൊളി റോഡാണ് ഇവിടുന്ന് ഹാസൻ വരെ. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് സേലം പോകുമ്പോഴത്തേക്ക് കൃഷ്ണഗിരി സ്റ്റൈലിലോട്ടൊക്കെ എത്തുമ്പോൾ കാണുന്ന അതേ സ്റ്റൈലിൽ റോഡ് തന്നെയാണ് ഇത്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു പച്ചപ്പും ഭംഗിയൊക്കെ ഉണ്ട്. വെച്ചാൽ നടുക്ക് മീഡിയനിൽ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിപ്പോൾ വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് എത്തി. ധ്രുവ താരെ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടായിരിക്കും ഇനി കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ലേറ്റായി. ഞാനിടയ്ക്ക് ഫോട്ടോ എടുക്കാൻ നിർത്തിയതുകൊണ്ട് ഞാനായിരിക്കണം ഏറ്റവും അവസാനം വന്ന് ചേരുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇതൊരു വലിയ ഹോട്ടലാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. സമയം ഏകദേശം 8:30 തോന്നുന്നത്. 8:30. അപ്പോൾ നമ്മളിവിടുന്ന് പയ്യെ കണ്ടിന്യൂ ചെയ്യണം. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആണ്. റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അതായത് ഫുഡ് കഴിക്കാനൊക്കെ അത്യാവശ്യം നീറ്റായിട്ടുള്ള റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത സ്റ്റോപ്പ് മിക്കവാറും ഹാസൻ ആയിരിക്കും. ഹാസൻ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കണ്ടിന്യൂസ് ഹൈവേ റൈഡ് ആയതുകൊണ്ട് ഞാൻ അധികം ഷൂട്ട് ചെയ്യുന്നില്ല. ബോറിംഗ് ആയി പോകും. ഫോറസ്റ്റ് റൂട്ടൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ മെയിനായിട്ട് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഏകദേശം ഹാസൻ എത്രയായി? ഹാസൻ ഇവിടുന്ന് ഏകദേശം ഒരു 10-13 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ഹാസൻ എത്തി. ഹാസൻ സിറ്റി കഴിഞ്ഞു. ബൈപ്പാസിലൂടെ നിർത്തിയാണ്. എന്നാൽ പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. നമ്മളങ്ങനെ അവിടെ ഒരു ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് ഞാൻ പെട്രോൾ വീണ്ടും റീഫില്ല് ചെയ്തു. ഏകദേശം ഒരു ഹാഫ് ടാങ്കിന് മേളിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്നുള്ള റൂട്ട് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ശക്ലേഷ്പൂർ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ റൂട്ടാണ്. നമ്മൾ ഇവിടുന്ന് ഒരു 40 കിലോമീറ്ററിനപ്പുറം റൈറ്റ് എടുത്ത് ശക്ലേഷ്പൂർ വഴിയാണ് നമ്മളെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്, നമ്മുടെ ഹോം സ്റ്റേയിലോട്ട്. ഹോം സ്റ്റേയുടെ പേര് എന്തിട്ടാണ്? കാപ്പിക്കാട്. നല്ല പേര്. കാപ്പിക്കാട് ഹോം സ്റ്റേ എന്ന മറ്റാണ് പേര്.
മംഗലാപുരത്തിന് ഇവിടുന്ന് 150 കിലോമീറ്റർ സംതിങ് ഉള്ളൂ കേട്ടോ. നേരെ ഒരു 3 മണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മംഗലാപുരം എത്തും. നമ്മൾ സക്ലേഷ്പുര റോഡിലോട്ട് കയറി. ഇനിയിപ്പോൾ എനിക്കൊന്ന് റോഡൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും, നോർമൽ 2 ലൈൻ റോഡാണ്. സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കുതിരമുഖാണെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിഗമനം. ഇതിപ്പോൾ നമ്മൾ പോകുന്ന കലാസ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ഹോം സ്റ്റേയുടെ സ്ഥലം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും എങ്ങോട്ടാണ് പോകുന്നത്. ഹോം സ്റ്റേ ഉള്ളത് ഹെബ്ബാൽ എസ്റ്റേറ്റ്, ഹോറനാട് റോഡ്, കലാസ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഗ്രൂപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാവരും പല വഴിക്കായിപ്പോയെന്ന് തോന്നുന്നു. 19 പേരുണ്ടല്ലോ. അപ്പോൾ എന്നാലും ഞങ്ങളോട് ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ഏകദേശം 60 കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത് ഹോം സ്റ്റേയിലോട്ട്. അപ്പം ഇത് മുടികര എന്ന് പറയുന്നൊരു സ്ഥലത്തിനടുത്താണ്. നമ്മുടെ ഹോം സ്റ്റേ ചെന്നിട്ടുള്ള ബാക്കി കലാപരിപാടി എന്താണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇവരെന്തൊക്കെയോ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനി നമ്മൾ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതിനൊരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് മാറുന്നു കേട്ടോ. അങ്ങ് ദൂരം മലയും അതിന് മേലെ കോടയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നേരം നമ്മൾ എന്താ പറയുന്നത്, അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം അതൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് മാറുവാന്ന് തോന്നുന്നു. അടിപൊളി. നമ്മുടെ നാട്ടിലോട്ടൊക്കെ പോകുന്നൊരു ഫീലാണ് കേട്ടോ ഇതിലെ പോകുമ്പോഴത്തേക്കും. ഇങ്ങനെ ചെറിയ ടൗണുകളൊക്കെ വരുമ്പം കന്നഡയിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കാണ് നമ്മൾ ഇവിടെയാണെന്നുള്ളൊരു വരുന്നത്. അല്ലെങ്കിൽ ഇത് നമ്മൾ ശരിക്കും നാട്ടിലെ പോലെ തന്നെ. ഏതൊരു ഫോറസ്റ്റ് ഏരിയയിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 23 കിലോമീറ്ററാണ് നമ്മുടെ ഹോം സ്റ്റേയിലേക്കുള്ളത്. ശരിക്കും ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് എനിക്ക് വണ്ടിയുടെ ഈ ഒരു ഇഷ്യൂ ഒക്കെ കാരണം ഇടയ്ക്കൊന്ന് നിർത്തേണ്ടി വന്നു. എൻ്റെ മോനെ പാമ്പ്, ഇപ്പോൾ പാമ്പ് പടമായേനെ. റോഡ് സൈഡിലൊരു വാട്ടർഫോൾ ഉണ്ട്. ഇപ്പോൾ നിർത്തിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. മേളിൽ നല്ല പൈപ്പ് പൊട്ടി ഒഴുകി വരുന്നതാണോ ഈ സാധനം? കൊള്ളാം എന്താണല്ലോ, അടിപൊളി. അപ്പോൾ നമുക്ക് എന്തായാലും ഹോം സ്റ്റേയിലോട്ട് പോവാം. അവിടെ എത്തിയിട്ട് തിരിച്ച് ഈ വഴി തന്നെ ആയിരിക്കണം തിരിച്ചു പോകാൻ. നമ്മുടെ ഹോം സ്റ്റേ എത്താറായി. 350 മീറ്റർ കാപ്പിക്കാട്. യെസ്, ഈ ഹോം സ്റ്റേ ഇരിക്കുന്നത് ഒരു ചെറിയൊരു അരുവിയുടെ സൈഡിലും കൊണ്ടാണ്. ഇതാണ് അരുവി. നല്ല രസം. കൊള്ളാലോ. കൂട്ടം തെറ്റി ഓരോരുത്തരും പല വഴിക്കായെന്ന് എനിക്ക് തോന്നുന്നത്. ഗ്രൂപ്പ് റൈഡ് കോർഡിനേറ്റ് ചെയ്യുന്നവരൊക്കെ സമ്മതിക്കണം. പേര് പോലെ തന്നെ ഒരു കാപ്പിക്കാടിനകത്ത് തന്നെയാണ് കേട്ടോ. ഇതൊരു കിടിലൻ ലൊക്കേഷനിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതേ പുഴ,
അപ്പം ഞാൻ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എന്തായാലും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം. നമ്മളൊരു ഈവനിങ് റൈഡിന് പോവുകയാണ്. നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. സോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മളൊരു വാട്ടർഫോൾ പോകുന്നുണ്ട്. അവിടുന്ന് നേരെ കുതിരമുഖ പോയി അവിടുന്ന് തിരിച്ച് ബാംഗ്ലൂർ പോകാനാണ് പ്ലാൻ. സമയം ഏകദേശം 11:30. നമ്മളിവിടെ വന്നിട്ട് കാര്യമായിട്ടൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല. എല്ലാവരും വന്നിട്ട് ചില്ല് ചെയ്തിരിക്കുമായിരുന്നു. നല്ലൊരു സ്പോട്ടിലാണ് ഈ ഒരു ഹോം സ്റ്റേ ഇരിക്കുന്നത്, അതായത് ഒരു നദിയുടെ സൈഡിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു വാട്ടർഫോള് നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്ന് 3 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. സോ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. ചെറിയൊരു വാട്ടർഫോള്, ഇതിനും കാശൊക്കെ മേടിക്കുന്നുണ്ട്. നാട്ടുകാരൊക്കെ അന്തം വിട്ട് നോക്കുന്നുണ്ട്, ഇത് എവിടെ നിന്നാണ് ഈ പടം വരുന്നതെന്ന് ഓർത്തുണ്ട്. കാണുന്ന മലയുടെ അപ്പുറത്താണെന്ന് തോന്നുന്നു കുതിരമുഖം. കുതിരമുഖം എന്ന വാക്കിൻ്റെ അർത്ഥം കുതിരയുടെ മുഖം പോലെയുള്ള എന്നാണ്. നമ്മുടെ നാട്ടിൽ പരുന്തുംപാറ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ വയനാട് പോലെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. അതായത് അതിനിടയ്ക്ക് നല്ല പാടങ്ങളും കൃഷിയും, കവുങ്ങ് കൃഷിയും, കാപ്പി, പിന്നെ ഒരു സൈഡിൽ ഇതുപോലെ അടിപൊളി മലകളും. അങ്ങനെ നമ്മൾ കുതിരമുഖ നാഷണൽ പാർക്കിൽ ഉള്ളിൽ പോകുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രെക്കിംഗ് ഒക്കെയാണ്, അതിന് നമുക്ക് എന്തായാലും സമയമില്ല. നമ്മൾ ജസ്റ്റ് ആ റൂട്ടിലൊന്ന് പോകുന്നതേ ഉള്ളൂ. സാധാരണ ചില ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാണുന്ന പോലെ എല്ലാ വണ്ടികളുടെയും നമ്പറൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ നമുക്കെന്തോ ഇത്ര സമയമുണ്ട് ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് എന്താ പറയുന്നത് ക്രോസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കുതിരമുഖ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഫോറസ്റ്റ് കൂടെയാണ്.
ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വലിയൊരു ജംഗ്ഷൻ വരും ഇവിടെ. ഇവിടെ പോലീസ് കാണും. കയ്യിൽ മെയിനായിട്ട് പൊല്യൂഷനാണ് വേണ്ടത്. പൊല്യൂഷൻ അവർ ചോദിക്കുന്നത്. അതുപോലെ ഫോറസ്റ്റ് ആയില്ല എന്നുള്ളത് ഇനി അങ്ങോട്ട് മാറും. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ശരിക്കും ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റോഡ് കുറച്ച് മോശമാണ്. സോ ആക്ച്വലി ഇവിടെ ചെറിയ ടൈം ലിമിറ്റ്സ് ഉണ്ട്. സോ നമുക്കതിന് മുമ്പ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യണം. വെളിയിലൊരു പൊളി അരുവി കേട്ടോ. ടാളിയ ഇടയ്ക്ക് ഓരോരോ വ്യൂ വരുന്നുണ്ട്. അതാണെങ്കിൽ എടുക്കാനും പറ്റുന്നില്ല. നമ്മളത് എടുത്ത് വരുമ്പോഴത്തേക്ക് അടുത്ത വളവെത്തും. അതാണ് പ്രശ്നം. പത്തനംതിട്ട നമ്മൾ ഗവിക്ക് പോകുമ്പോഴത്തേക്കും ഒരു എന്താ പറയുന്നത്, ഒരു സ്ട്രെച്ച് ഉണ്ട്. നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലോട്ട് കയറുമ്പോഴത്തേക്കും 2 സൈഡും പുൽമേടുകളൊക്കെ ഉള്ള നല്ല മലകൾ. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയുണ്ട്. കാഴ്ചകളുടെ ഒരു വലിയ ലോകം എന്നൊക്കെ പറയുമല്ലോ, അതാണ് കുതിരമുഖ നാഷണൽ പാർക്ക്. So, see you, bro. Okay. See you next ride. Bye-bye. Sure. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ തിരിച്ച് എനിക്ക് തോന്നുന്ന മാംഗ്ലൂർ ഹൈവേയിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഹാസന് ഏകദേശം 93 കിലോമീറ്റർ. അപ്പോൾ നമ്മളിന്ന് ബാംഗ്ലൂർ എത്തുമ്പോൾ ഒരു സമയമാകും. നമ്മുടെ ഇന്നത്തെ ഈ റൈഡ് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും പുതിയ റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.